മക്കളെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലാസ് 7ത്തിലെ 10th ചാപ്റ്ററായ ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ്. നമുക്കിവിടെ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ടേബിളിൻ്റെ അരികിൽ കുറേ മെമ്പേഴ്സ് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കോൺവെർസേഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? I will got the salary of this month. I shall give the amount needed for buying medicine for father and for paying the electricity bill to mom. I need to return the money that I borrowed from my friend. I shall buy a new dress for Ammu. I will pay the chitty also. ആണ് മക്കളെ പറയുന്നത്. ഈ മാസം എൻ്റെ സാലറി കിട്ടും. അതുപോലെ തന്നെ ഇവിടെ കുറേ എക്സ്പെൻസ് ആണ് പറയുന്നത് അല്ലേ. എന്തൊക്കെയാണ് പറയുന്നത്? ആ മാസം അച്ഛൻ്റെ മരുന്ന് വാങ്ങിക്കണം, കറണ്ട് ബില്ലിൻ്റെ പൈസ അമ്മയ്ക്ക് കൊടുക്കണം, വേറെന്താ പറയുന്നത്? അതുപോലെ തന്നെ ചിട്ടിയുടെ പൈസ അടക്കണം, അമ്മൂന് പുതിയ ഡ്രസ്സ് വാങ്ങിക്കണം, അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ അടുക്കുന്ന കടം വാങ്ങിയ പൈസയുണ്ട്, ബോറോഡ് ചെയ്ത പൈസയുണ്ട്, അത് തിരിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അടുത്ത വ്യക്തി എന്താ പറയുന്നത്? ഡിയർ ടുമാറോ it's Ammu's birthday. Shall not be buy her a new dress? Father's medicine is run out. The electricity bill has also been issued. We need to remit the monthly payment for the chitty too. അവരെന്താ പറയുന്നത്? നാളെയാണ് അമ്മൂടെ ബർത്ത്ഡേ അല്ലേ. അവർക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിക്കണം. പിന്നെ അച്ഛൻ്റെ മരുന്നും കഴിഞ്ഞു. റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞുപോയി. ഇറ്റ്സ് ഓൾറെഡി ഓവർ അല്ലേ, കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ എന്താ? ഇലക്ട്രിസിറ്റി ബിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിട്ടിയുടെ പൈസയും അടക്കണം. അപ്പം നെക്സ്റ്റ് പേഴ്സൺ എന്താ പറയുന്നത്? ഐ വിൽ ഗെറ്റ് ദി ചിട്ടീസ്. We shall pay off all our debts. After paying the debt, we shall deposit the rest, the amount, അല്ലെങ്കിൽ മണി ഇൻ ദി ബാങ്ക്. പിന്നെന്താ പറയുന്നത്? നമുക്ക് ചുട്ടിയുടെ പൈസ അടച്ചിട്ടാകുമ്പം എല്ലാ കടങ്ങളും വിട്ടിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം? ബാക്കി വരുന്ന പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നുണ്ട്, സണ്ണിൻ്റെ ഈ മാസത്തെ എക്സ്പെൻസ് വളരെയധികം കൂടുതലാണെന്ന് പറയുന്നുണ്ട്. സൺ എക്സ്പെൻസ് ആർ ഹൈ ഇൻ ദിസ് മന്ത് ടു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ അവർ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻലി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ആ വീട്ടിലത്തെ എക്സ്പെൻസ്. ഇപ്പോൾ പല രീതിയിലുള്ള എക്സ്പെൻസുകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അവർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ള എക്സ്പെൻസ്? ചിട്ടിയുടെ പേയ്മെൻറ്റ് കൊടുക്കണം, അമ്മൂന് ഡ്രസ്സ് വാങ്ങിക്കണം, അതുപോലെ കറണ്ട് ബില്ല് വരുന്നുണ്ട്, ദെൻ ഫ്രണ്ടിന് ബോറോ ചെയ്ത മണി പൈസ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പെൻസായിട്ട് ആ ഫാമിലിയിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ, എക്സ്പെൻസായിട്ട് പറയുന്നത്. ഫാമിലിയിലെ മെമ്പേഴ്സ് ഇതൊക്കെയാണ് ഡിസ്കഷൻ ചെയ്യുന്നത്. ഇനി മക്കളെ നെക്സ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത്, വാട്ട് ആർ ദ എക്സ്പെൻസ് മെൻഷൻഡ് ഇൻ ദ കോൺവെർസേഷൻ. എന്തൊക്കെ ചിലവുകളാണ് കോൺവെർസേഷനിൽ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്, മെഡിസിൻ വാങ്ങിക്കണം, ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യണം, ചിട്ടി പേയ്മെൻറ്റ് ചെയ്യണം, ചിട്ടിയുടെ പൈസ പേയ്മെൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഫ്രണ്ടിന് ബോറോ ചെയ്ത് പൈസ കൊടുക്കണം. ഇതൊക്കെ പൈസ കയ്യിൽ നിന്ന് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഫാമിലിയിൽ എന്താ? എക്സ്പെൻസ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഡ്രസ്സ് വാങ്ങിക്കാനുണ്ട്, അതൊക്കെ എക്സ്പെൻസ് ആണ്. ദെൻ വിച്ച് ആർ ദി നീഡ്സ് ഇൻ അവർ ഡെയിലി ലൈഫ് ദാറ്റ് വി സ്പെൻഡ് മണി ഓൺ. നമ്മൾ ഡെയിലി ലൈഫിൽ എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കാറുണ്ട്? ഫുഡിന് വേണ്ടി, എഡ്യൂക്കേഷൻ, ഇനി എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി ചിലവാക്കും. പിന്നെ നമ്മൾ പുതിയ വീട് എടുക്കുകയാണെങ്കിൽ, വീടിന് പണിയെടുക്കുകയാണെങ്കിൽ അല്ലേ, വീട് കൺസ്ട്രക്റ്റിംഗ് ന്യൂ ഹൗസ്, അതുപോലെ തന്നെ എടുത്തു വെച്ച വീട്ടിൽ എന്തെങ്കിലും പണികൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യും അല്ലേ. പിന്നെ ബാങ്ക് ലോൺ ചിലപ്പം പേയ്മെൻറ്റ് ചെയ്യാനുണ്ടാവും മന്ത്ലി. പിന്നെന്താ? നമുക്ക് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങേണ്ടി വരും ചിലപ്പം. വീട്ടിൽ ഫാനോ വാഷിംഗ് മെഷീനോ അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പം അതിന് AC അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ഫോണൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ അല്ലേ, ദെൻ പുതിയ വെഹിക്കിൾ വാങ്ങുകയാണെങ്കിൽ അതിന്. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പൈസ ഡെയിലി ലൈഫിലെ എക്സ്പെൻഡിച്ചറാണ് അല്ലേ, നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ മക്കളെ നെക്സ്റ്റ് പറയുന്നത് ഫാമിലി എക്സ്പെൻഡിച്ചറാണ്. ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ നമ്മൾ പൈസ ചിലവാക്കുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഫുഡിന് വേണ്ടിയിട്ട്, ഫുഡിനല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടും പൈസ ചിലവാക്കുന്നു. അപ്പം ഇതിൻ്റെ ടോട്ടൽ ഫിഗറാണ് എന്തായിട്ട് വരുന്നത്? ഫാമിലിയുടെ എക്സ്പെൻഡിച്ചറായിട്ട് വരുന്നത്. ഫാമിലി എക്സ്പെൻഡിച്ചർ, ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഫാമിലി ഫോർ ഫുഡ് കൺസപ്ഷൻ and non-food consumption for a particular period that is called family expenditure.
അപ്പം നമ്മൾ ഫാമിലിയിലുണ്ടാവുന്ന എക്സ്പെൻഡിച്ചേഴ്സ് അത് ഫുഡിന് വേണ്ടി ചിലവാക്കുന്നത്, അല്ലാതെ ഫുഡിന് അല്ലാതെയും ചിലവാക്കുന്നതുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ടോട്ടലി ഫിഗർ വരുന്നതാണ് ഫാമിലി എക്സ്പെൻഡിച്ചറായിട്ട് പറയുക. ഇനി ഫാമിലി എക്സ്പെൻഡിച്ചർ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, എക്സ്പെക്റ്റഡും അൺഎക്സ്പെക്റ്റഡും. നമ്മൾ വിചാരിക്കും മന്ത്ലി കറണ്ട് ബില്ല് വരും, വാട്ടർ ബില്ല് വരും എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അതെല്ലാം. നമുക്ക് അറിയാവുന്ന കാര്യം, അത് എക്സ്പെൻസായിട്ട് എന്തായാലും വരും. അതാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ട് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല നാച്ചുറൽ ഡിസാസ്റ്റർ വന്നു, പല രോഗങ്ങൾ വന്നു, അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർക്ക് ഫീസ് കൊടുക്കുന്നു, മെഡിസിൻസ് വാങ്ങിക്കുന്നു. അതൊക്കെ നമ്മൾ വിചാരിക്കാതെ വരുക, ആക്സിഡൻ്റലി വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പല പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുന്നു. അതൊക്കെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയുന്നില്ല, അങ്ങനെ ഉണ്ടാവുന്നില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള ആക്സിഡൻ്റലി അത് സംഭവിക്കുന്നതാണ്, അത് അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇപ്പം ആക്സിഡൻറ്റ് സംഭവിച്ചു, അത് നമ്മൾ മുൻകൂട്ടി അറിയുന്നില്ല, പ്രഡിക്റ്റ് ചെയ്ത കാര്യമല്ല, പെട്ടെന്ന് സംഭവിച്ചതാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ആണ് അതൊക്കെ. അപ്പം ഇവിടെ ടെക്സ്റ്റ് നോക്കുക, ഫാമിലി എക്സ്പെൻഡിച്ചർ അൺഎക്സ്പെക്റ്റഡ് ആൻഡ് എക്സ്പെക്റ്റഡ്. എക്സ്പെക്റ്റഡ് എന്താ പറയുന്നത്? എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഇസ് എക്സ്പെൻഡിച്ചർ ദാറ്റ് ആർ എക്സ്പെക്റ്റഡ് ബൈ ദി ഫാമിലി ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അത് പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ എന്തായാലും വരും എന്ന് നമുക്ക് അറിയാവുന്നതാണ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഫുഡ്, കറണ്ട് ബിൽ, എക്സെട്ര. അൺഎക്സ്പെക്റ്റഡ് ദി എക്സ്പെൻഡിച്ചർ ദാറ്റ് എ ഫാമിലി cannot fix in an advance for a particular period of time and which occurs accidentally in termed unexpected expenditure. നമ്മളത് മുൻകൂട്ടി അറിയുന്നില്ല. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഡിസീസ്. അപ്പോൾ മുൻകൂട്ടി അറിയാത്തതാണ് അല്ലേ. അപ്പോൾ ആക്സിഡൻ്റലി സംഭവിക്കുന്നതാണ്, നമ്മൾ മുൻകൂട്ടി അറിയുന്നില്ല. അപ്പോൾ ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൺസപ്ഷൻ ചെയ്യുന്നത്, നോൺ ഫുഡ് കൺസപ്ഷൻ ചെയ്യുന്നതിൻ്റെ ഫിഗറാണ്. നമുക്ക് ടോട്ടൽ എമൗണ്ട് എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഫാമിലി, ആ ഫാമിലി എത്രമാത്രം ടോട്ടൽ എമൗണ്ട് ഫുഡിനും അല്ലാതെയും ചിലവാക്കുന്നു, അതാണ് ഫാമിലി എക്സ്പെൻഡിച്ചർ. ഫാമിലി എക്സ്പെൻഡിച്ചർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, എക്സ്പെക്റ്റഡ്, അൺഎക്സ്പെക്റ്റഡ്. എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം നമുക്ക് ഇതൊക്കെ വരും എന്നുള്ളത്. മറ്റേ ആക്സിഡൻ്റലി സംഭവിക്കുന്നതാണ് നമുക്ക് അറിയാതെ വരുന്നത് അല്ലേ. അതിൻ്റെ എക്സാമ്പിൾസും എന്ന പേജിൽ മക്കളെ പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ലിസ്റ്റ് ഗിവൺ ബിലോ. മോർ എക്സാമ്പിൾസ് ഫോർ എക്സ്പെക്റ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ അല്ലേ. എന്താ എക്സ്പെക്റ്റഡും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ക്ലാസിഫൈ ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് നിങ്ങൾ വേർതിരിച്ച് എഴുതണം. നമ്മൾ എക്സ്പെക്റ്റഡിൽ എന്തൊക്കെ പറയാം? ഫുഡിന് ഇത്ര വരും, പിന്നെന്താ പറയാം, ഇലക്ട്രിസിറ്റി ബില്ല് ഇത്ര വരും, എഡ്യൂക്കേഷനിൽ ഇത്ര വരും, വാട്ടർ ബില്ല് ഇത്ര വരും, അങ്ങനെയൊക്കെ പറയാം അല്ലേ. അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലോ ആക്സിഡൻ്റ് സംഭവിക്കുക, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഡിസീസ് വരിക, ഇതൊക്കെ നമുക്ക് അൺഎക്സ്പെക്റ്റഡിൽ എക്സ്പെൻഡിച്ചറായിട്ട് പറയാം. മക്കളെ ഇനി കുറേ ഒരു പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഫാമിലി ഇൻകം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളെ ഫാമിലിയിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടാവും. ആ ഫാമിലിയിലെ മെമ്പേഴ്സ് ഇൻകം കൊണ്ടുവരുന്ന ആളുണ്ടാവും, ഇൻകം കൊണ്ടുവരാത്ത ആളുണ്ടാവും അല്ലേ. അപ്പം എല്ലാവരും ഒരു ജോലിയല്ല ചെയ്യുന്നുണ്ടാവുക, വേറെ വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ ആരാ? ടൈലറാണ്, ദെൻ സെയിൽസ് വുമൺ ആണ്, ദെൻ ഒരു ഗ്രാൻഡ്മാക്ക് പോസ്റ്റ്മാൻ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും അത്? പെൻഷൻ ആയിരിക്കും. ദെൻ ഫാമർ, ദെൻ എ കോളേജ് സ്റ്റുഡൻറ്റ്. അപ്പോൾ മക്കളെ നെക്സ്റ്റ് പേജിൽ ഒരു ടേബിൾ കാണാം. ഇവിടെ നിഖിലിൻ്റെ ഫാമിലീസിൻ്റെ മെമ്പേഴ്സാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. അച്ഛൻ ചെയ്യുന്ന ജോലി ടൈലറിങ്, ദെൻ ഫാമർ, ദെൻ എ കോളേജ് സ്റ്റുഡൻറ്റ്. അപ്പോൾ മക്കളെ നെക്സ്റ്റ് പേജിൽ ഒരു ടേബിൾ കാണാം. ഇവിടെ നിഖിലിൻ്റെ ഫാമിലീസിൻ്റെ മെമ്പേഴ്സാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. അച്ഛൻ ചെയ്യുന്ന ജോലി ടൈലറിങ്, ദെൻ മദർ സെയിൽസ് വുമൺ ആണ്, ഗ്രാൻഡ് പാ അഗ്രികൾച്ചർ ഫീൽഡിലാണ്, ദെൻ ഗ്രാൻഡ്മാക്ക് പെൻഷൻ കിട്ടുന്നു. നിഖിൽ എന്നത് ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതെ, ഒരു സ്റ്റുഡൻ്റാണ്. ഇത്രയാണ് ഈ പിക്ചറിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ടേബിൾ വൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നിഖിലിൻ്റെ ഫാമിലിയുടെ മെമ്പേഴ്സ് ചെയ്യുന്ന ജോലികളാണ്. അപ്പോൾ മക്കളെ നമുക്ക് ടേബിൾ നോക്കാം. ഫാമിലി മെമ്പേഴ്സ്, ദെൻ ഏരിയ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം, വരുമാനം എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ദെൻ ഇൻകം വരുന്നതാണെങ്കിൽ ഇപ്പം നിഖിലിന് സ്റ്റുഡൻ്റ് ആണ്, ഇൻകം വരുന്നില്ല, അപ്പം നോ ആണ്. ഫാദർ ടൈലറിങ് ആണ്, ഇൻകം യെസ് ആണ് വരിക. ദെൻ മദർ സെയിൽസ് വുമൺ യെസ്. അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ agriculture യെസ്. മദർ പെൻഷനർ യെസ്. Family income is the total income of a family in a particular period of time, then for a different sources. By spending the income effectively, a family can develop the habit of saving, dealing with unexpected expenditure, and improve the standard of living.
എന്താ പറയുന്നത് മക്കളെ? അപ്പോൾ ഫാമിലിയുടെ പറഞ്ഞ പോലെ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻറ്റ് സോഴ്സിലൂടെയാണ് അതായത് ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഉണ്ടാവും. ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഒരേ ജോലി ആയിരിക്കില്ല, അവരുടെ വരുമാനം ഒരുപോലെ ആയിരിക്കില്ല, അവർക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ സാലറിയിലെ വേജസ് ഒരുപോലെ ആയിരിക്കില്ല. അപ്പം ഫാമിലിയിലേക്ക് വരുന്ന സോഴ്സ് എന്തായിരിക്കും? സോഴ്സ് ഓഫ് റവന്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഫാമിലിയിൽ വരുന്ന ഇൻകത്തിലും ഡിഫറെൻ്റ് ഉണ്ടാവും. അവരൊക്കെ ജോലി ചെയ്തിട്ട് എല്ലാവരും ജോലി ചെയ്യുന്ന എമൗണ്ടിൻ്റെ ടോട്ടലാണ് ഒരു ഫാമിലിയിലെ ഇൻകം എന്ന് പറയുന്നത്, അല്ലെ? ടോട്ടൽ ഇൻകം ഓഫ് ആൻ ഫാമിലി എന്ന് പറയുന്നത്. നമുക്ക് എക്സ്പെക്റ്റഡ് ചെയ്യുന്നതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ആ ചിലവൊക്കെ നല്ല രീതിയിൽ ഈ ആവശ്യത്തിന് മാത്രം പൈസ ചിലവാക്കി അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് വരും എന്നുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മളെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും നമുക്ക് പൈസ സേവിങ്സ് ഉണ്ടാക്കാനും ഒക്കെ പറ്റും. അതായത് നെക്സ്റ്റ് ഇനി പറയുന്നത് ഫാമിലി ബഡ്ജറ്റിനെ കുറിച്ചിട്ടാണ്. മക്കളെ, ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഫാമിലിയിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാക്കുക. അത് എന്തൊക്കെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകവും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറും, അതായത് ഇങ്ങനെയൊക്കെ ഇൻകം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും എന്ന് നമ്മൾ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്തിട്ട് മുൻകൂട്ടി കണ്ട് എത്തുന്നു. അപ്പം അതിലൂടെയാണ് ഫാമിലി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫാമിലി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലായിരിക്കും, അല്ലേ? ഫാമിലി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ, നമ്മുടെ ചിലവ് എങ്ങനെയാണ്, എത്രമാത്രം ചിലവ് ഓരോന്നിനും വന്നിട്ടുണ്ട്, നമ്മൾ ഇൻകം ഏതെല്ലാം സോഴ്സിലും ഇൻകം കിട്ടുന്നുണ്ട്, അപ്പം വരുമാനത്തിനനുസരിച്ചുള്ള ചിലവാണോ വീട്ടിൽ നടക്കുന്നത്, ഇനി ഇതിലൊക്കെ നമ്മൾ ചിലവ് കുറക്കണം, അതൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനും മുൻകൂട്ടി കാണാനും അതൊരു പ്ലാനിങ്ങിൽ എത്താനും ഒക്കെ പറ്റും, അല്ലേ? അപ്പോൾ ഇത്രയുള്ള ഫാമിലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റഡ് ചെയ്യുന്ന ഇൻകവും എക്സ്പെക്റ്റഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറും ഒരു ഫിനാൻഷ്യൽ പ്ലാൻ എന്ന രീതിയിൽ തയ്യാറാക്കി വെക്കുക. ദാറ്റ് ഈസ് ആൻ ഫാമിലി ബഡ്ജറ്റ്. So family budget is a financial plan that is prepared based on the expected income and expected expenditure of a family in a particular period. അപ്പോൾ മനസ്സിലായില്ലേ മക്കളെ? ഫാമിലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ചെയ്യുന്ന ഇൻകവും എക്സ്പെൻഡിച്ചറും പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇത്ര എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, ഇത്ര ഇൻകം ഉണ്ടാവും എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അതൊരു ഡോക്യുമെൻ്റ് ബേസ് ആക്കിയിട്ട് വെക്കുക. അതാണ് ഫാമിലി ബഡ്ജറ്റ്. നെക്സ്റ്റ് നോക്കും മക്കളെ, അവിടെ ഒരു കോൺവെർസേഷൻ കാണാം. അപ്പോൾ ഇവിടെ പിക്ചറിൽ ഒരു ലേഡിയും അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന ഒരു വ്യക്തിയുണ്ട്. അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് പറയുന്നത്. ലേഡി ചോദിക്കുന്നുണ്ട്, 1 വീക്കോളായല്ലോ ബുക്ക് ചെയ്തിട്ട് സിലിണ്ടറിന് വേണ്ടിയിട്ടെന്ന്. അപ്പോൾ എന്താ പറയുന്നത്, സ്റ്റോക്കിൽ കുറവുണ്ടായിരുന്നു, അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്, പ്രൈസ് കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അവർ പറയാണ്, ഈ ബോത്ത് എൻ്റെ എങ്ങനെ ലൈഫിൽ മീറ്റ് ചെയ്യണമെന്ന് അറിയില്ല, ഇത് എല്ലാത്തിനും പ്രൈസ് കൂടി വരികയാണല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് സ്ത്രീ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് മക്കളെ വരുന്നത്? അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറാണ്, അല്ലേ? അത് ഇപ്പോൾ മേ ബി 800 രൂപയൊക്കെയാണ്, 800 റുപ്പീസൊക്കെയാണ് നമ്മൾ സിലിണ്ടറിന് വിചാരിച്ചത്. പക്ഷേ 1000 ഒക്കെ ആയെന്ന് വിചാരിച്ചോ, മേ ബി 1000 ഒക്കെ ആയെങ്കിൽ 200 അധികമാണ് വന്നത്, അല്ലേ? 200ഓളം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രൈസാണ് അതിന് അധികമായത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫാമിലി ബഡ്ജറ്റിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇതിൽ എഫക്റ്റ് ചെയ്യും, അല്ലേ? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തത് വരുമ്പോൾ ഫാമിലി ബഡ്ജറ്റിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫാമിലി ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് മറ്റ് ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ അതർ ഫാക്ടേഴ്സ് ദറ്റ് എഫക്റ്റ് അവർ ഫാമിലി ബഡ്ജറ്റ്. നമ്മൾ വിചാരിക്കാതെ ഇലക്ട്രിസിറ്റി ഒരുപാട് യൂസ് ചെയ്യുക, അപ്പോൾ എന്താ, ഇൻക്രീസിങ് ദി ഇലക്ട്രിസിറ്റി ബില്ല് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ പ്രൈസ് കൂടുക, ധാന്യങ്ങളുടെ ഒക്കെ പ്രൈസ് കൂടുക, അല്ലേ? വെജിറ്റബിൾ പ്രൈസ് ഓൾ ഇൻക്രീസിങ്. അതുപോലെ തന്നെ പെട്ടെന്ന് അസുഖങ്ങൾ വരിക, ഡിസീസസ് വരിക, അതുപോലെ തന്നെ പല നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരിക. അങ്ങനെയൊക്കെ വരുമ്പോഴെന്താ മക്കളെ, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ചെയ്യാത്ത എക്സ്പെൻഡിച്ചറാണ്, അല്ലേ? ഫാമിലി ബഡ്ജറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇതൊക്കെ, ഫാമിലി ബഡ്ജറ്റിനെ എഫക്റ്റ് ചെയ്യും. The family income becomes stable when the income is more than the expenditure or when the income and the expenditure are equal. ഇവിടെ എന്താ പറയുന്നത്, എപ്പോഴും ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്ന ഫാമിലി ഇൻകം എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം. അതായത് എക്സ്പെൻഡിച്ചർ കുറയാനും ഇൻകം കൂടാനേ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇൻകത്തിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലാതെ എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം കുറയാനും പാടില്ല. അപ്പം ഒരു ഫിനാൻഷ്യൽ
ഫാമിലിയുടെ ഫിനാൻഷ്യൽ ഇൻകം സ്റ്റേബിൾ ആണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെയാവാം? ഒന്നുകിൽ ഇൻകം എക്സ്പെൻഡിച്ചർ ഈക്വലി ഉണ്ടാവണം, അല്ലെങ്കിൽ ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവ് ആവണം. ഇത് 2 കേസിലുമാണ് ഒരു ഫാമിലിയുടെ ഇൻകം സ്റ്റേബിൾ ആണെന്ന് പറയുന്നത്. പക്ഷേ ഡെഫിസിറ്റ് ഉണ്ടാവാൻ പാടില്ല. ഡെഫിസിറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എക്സ്പെൻഡിച്ചർ കൂടുതൽ ഇൻകം കുറവാകുമ്പോഴാണ് ഡെഫിസിറ്റ് ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടായാൽ ഫാമിലി ബഡ്ജറ്റ് ഒരിക്കലും സ്റ്റേബിൾ ആണെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഹൗ വി ക്യാൻ റെഡ്യൂസ് ദി എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഫാമിലി. ഒരു ഫാമിലിയുടെ എക്സ്പെൻഡിച്ചർ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ വേണ്ടി പറ്റും? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞാൽ മതി അല്ലേ? എന്തൊക്കെ? നമ്മൾ ഇലക്ട്രിസിറ്റി ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ കുറയ്ക്കുക, അങ്ങനെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഫാൻ ഇട്ട് വെക്കുക, അതുപോലെ തന്നെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാതെ നമ്മളതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഇലക്ട്രിക്കൽ ബില്ല് എന്താ കുറയും. പിന്നെന്താ, നമ്മൾ കുറേയൊക്കെ സാധനങ്ങളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ അത്രയും പ്രൈസ് ആവില്ല കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫുഡിൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ പൈസ അതിൽ നിന്ന് കുറയ്ക്കാം. അതുപോലെ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വലിയ പ്രൈസ് ആയിരിക്കും. അതുപോലെ തന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന പൊതുവിതരണ സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അതായത് നമ്മൾ മാവേലി സ്റ്റോർ, നീതി സ്റ്റോറൊക്കെ ഇല്ലേ, അവിടെ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താ, ഒരു റീസണബിൾ പ്രൈസിൽ, അല്ലെങ്കിൽ സാധനത്തിന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടും കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ട് സാധനങ്ങൾ അവൈലബിൾ ആകുമ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ അവിടെ കുറയും. അതുപോലെ തന്നെ വെള്ളം അനാവശ്യമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ വാട്ടർ ബില്ല് കുറഞ്ഞു വരും, നമ്മൾ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാം. അപ്പോൾ ഇതൊക്കെ അവിടെ പറയാം നമുക്ക്. മക്കളെ, നെക്സ്റ്റ് പേജിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? അത് ഒരു ഫാമിലി ബഡ്ജറ്റിൻ്റെ മോഡലാണ് തന്നിട്ടുള്ളത്. ഗിവൺ ബിലോ ഇസ് ദ മോഡൽ ഓഫ് ദി മന്ത്ലി ബഡ്ജറ്റ് ഓഫ് എ ഫാമിലി. ഒരു മന്ത്ലി ബഡ്ജറ്റാണത്, ഒരു ഫാമിലിയുടെ മന്ത്ലി ബഡ്ജറ്റ്. അതിനകത്ത് ഇൻകം ഉണ്ട്, അതിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, ടോട്ടലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ എമൗണ്ട്. ഇൻകത്തിൽ എന്തൊക്കെയാണ്? അത് അവരുടെ വരുമാനം, വേജസ് ഉണ്ട്, സാലറി ഉണ്ട്, പെൻഷൻ ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ എക്സ്പെൻഡിച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്, ചിലവുകൾ എന്തൊക്കെയാണ് വരുന്നത്? റൈസ് പ്രൊവിഷൻ, ദെൻ മിൽക്ക്, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ്, അഗ്രികൾച്ചർ, ക്ലോത്തിങ്, മെഡിക്കൽ എക്സ്പെൻസ്, എഡ്യൂക്കേഷണൽ, ദെൻ എൻ്റർടൈൻമെൻറ്റ്, ട്രാവൽ, ലോൺ റീപേയ്മെൻറ്റ്, ദെൻ ഫോൺ, ന്യൂസ് പേപ്പർ, ഗ്യാസ്, അഗ്രികൾച്ചർ, മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ ടോട്ടലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവർക്ക് എത്രയാണ് ഇൻകം പറയുന്നത്? 24,800 ആണ്. എക്സ്പെൻഡിച്ചർ എത്ര വന്നു? പക്ഷേ 25,700 വന്നു. അപ്പം ഇവിടെ എന്താ, ഇൻകം കുറവും എക്സ്പെൻഡിച്ചർ കൂടുകയാണ് ചെയ്തത്. 900 ഡെഫിസിറ്റാണ് വന്നത്. ഇൻകം കുറവും എക്സ്പെൻഡിച്ചർ കൂടുതലും ആകുമ്പോൾ എന്താ വരിക? ഡെഫിസിറ്റാണ് വരിക. നേരെ മറിച്ച് ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ സർപ്ലസ് ആണ് വരിക. എന്ത് സ്പെഷ്യാലിറ്റിയാണ് നമുക്ക് ഈ ഫാമിലി ബഡ്ജറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഫാമിലി ബഡ്ജറ്റ്? ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇൻകം ഇസ് ലെസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഇസ് മോർ എക്സ്പെൻഡിച്ചർ ആൻഡ് ലെസ് ഇൻകം. അങ്ങനെയല്ലേ ഈ ബഡ്ജറ്റിൽ, ഫാമിലി ബഡ്ജറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? ഇനി നമുക്ക് എന്തൊക്കെ സജഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും? നമുക്ക് ഇത് സർപ്ലസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ഡെഫിസിറ്റ് അല്ലേ വന്നത്? ഡെഫിസിറ്റ് എങ്ങനെ വന്നു? എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം കുറവായതുകൊണ്ടല്ലേ. ഇനി അതിന് ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ സജഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും? അങ്ങനെയല്ലേ സർപ്ലസ് മിച്ച ബഡ്ജറ്റ് ആവുന്നത്, സർപ്ലസ് 1 ആവുന്നത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് സജഷൻ നൽകാൻ വേണ്ടി പറ്റുകയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വാട്ട് സജഷൻസ് ക്യാൻ യു ഗിവ് ടു ടേൺ ദിസ് ഫാമിലി ബഡ്ജറ്റ് ഇൻ ആൻ സർപ്ലസ് 1? നമുക്ക് എന്തൊക്കെ നോക്കാം? എക്സ്പെൻഡിച്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും റിഡക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻഡിച്ചർ കുറയും. ഇപ്പോൾ എക്സ്പെൻഡിച്ചർ എമൗണ്ട് കുറയുമ്പോൾ എന്താവും? സർപ്ലസ് വരാം അല്ലേ? എന്തൊക്കെ? മിൽക്ക്, വെജിറ്റബിൾസ് മേ ബി കുറയ്ക്കാം, ഫിഷ്, മീറ്റ് വേണമെങ്കിൽ കുറയ്ക്കാം. അതുപോലെ തന്നെ ഈ ഇലക്ട്രിസിറ്റിൻ്റെ യൂസേജ് കുറയ്ക്കാം, ക്ലോത്ത് വാങ്ങിക്കുന്നത് കുറയ്ക്കാം, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് കുറയ്ക്കാം, ട്രാവലിംഗ് കുറയ്ക്കാം. ദെൻ മിസ്ലീനിയസ് ആയിട്ടുള്ള മറ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റിഡക്ഷൻ വരുത്താൻ ശ്രമിക്കാം അല്ലേ? അപ്പോൾ എന്താവും? സർപ്ലസ് ആവാം. അന്നേരമൊക്കെ സർപ്ലസ് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇൻകം കൂടും, എക്സ്പെൻസ് കുറയും. ഇനി എന്താ മക്കളെ പറയുന്നത്? വാട്ട് ആർ ദി ബെനിഫിറ്റ് ഓഫ് ദി ഫാമിലി ബഡ്ജറ്റ്? ഈ ഫാമിലി ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്?
ഏതൊക്കെ സോഴ്സ് വഴി ഇൻകം വരുന്നു, എത്രമാത്രം എക്സ്പെൻഡിച്ചറാണ് വരുന്നത്, അത് ഏതിലൊക്കെയാണ് കൂടുതൽ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളത്, അത് എങ്ങനെ അത് എക്സ്പെൻഡിച്ചർ ഇൻകമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും, എന്തിലൊക്കെ റിഡക്ഷൻ വരുത്തണം, അല്ല എക്സ്പെൻഡിച്ചർ എന്തൊക്കെ കുറയ്ക്കണം. അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യലി ഒരു സ്ട്രെസ് ഒഴിവാകും അല്ലേ. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും സേവിങ്സ് നമ്മൾ എത്ര സേവിങ്സ് മാറ്റി വെക്കണം, അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് ഫാമിലി ബഡ്ജറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്. റെക്കഗ്നൈസിങ് ഡിഫിക്കൽട്ട് സോഴ്സ് ഓഫ് ഇൻകം, മോഡറേറ്റ് എക്സ്പെൻഡിച്ചർ ഇൻ പ്രാക്ടീസ്, അഡ്ജസ്റ്റിംഗ് ദി എക്സ്പെൻഡിച്ചർ ടു മാച്ച് ദി ഇൻകം, പ്രൊവൈഡ് സേവിങ്സ് ഫോർ ദി ഫ്യൂച്ചർ, ദെൻ റെഡ്യൂസിങ് ദി ഫിനാൻഷ്യൽ സ്ട്രെസ്. നെക്സ്റ്റ് ടോപ്പിക് എന്താ മക്കളെ പറയുന്നത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ്. ഇവിടെ കുറച്ച് ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അത്? നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് ടു റിയാലിറ്റി, ഗെയിൽ പൈപ്പ് ലൈൻ കംപ്ലീറ്റഡ്, സോഷ്യൽ വെൽഫെയർ പെൻഷൻ ഡിസ്ട്രിബ്യൂട്ടഡ്, ജലജീവൻ മിഷൻ പ്രോജക്റ്റ്, ഫണ്ട് ടു സോൾവ് ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. നമ്മൾ ഗവൺമെൻറ് ഒരുപാട് വെൽഫെയർ ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണത്? പാവപ്പെട്ട ആൾക്കാർക്ക് പല രീതിയിലുള്ള പെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. എന്തൊക്കെ? ഓൾഡ് ഏജ് പെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ വിധവാ പെൻഷൻ, വിഡോസ് പെൻഷൻ, അതുപോലെ തന്നെ ഡിസബിലിറ്റി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉള്ള പെൻഷൻ, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള പെൻഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് പബ്ലിക്കിന്. അതുപോലത്തെ അതായത് സോഷ്യൽ വെൽഫെയർ പെൻഷൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പബ്ലിക്കിന്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എക്കണോമിക്കൽ അല്ലെങ്കിൽ വെൽഫെയർ ഡെവലപ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ഡെവലപ്പ് ചെയ്യുക, ദെൻ പൈപ്പ് ലൈൻസ് കൊണ്ടുവരിക, അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഷോർട്ടേജ് ഇല്ലാതാക്കുക. അതൊക്കെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം പറഞ്ഞു വരുമ്പോൾ ഒരുപാട് എക്സ്പെൻഡിച്ചർ ആർക്കുണ്ട്? ഗവൺമെൻറ്റിനും ഉണ്ട്. ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ ആവശ്യമാണ്? ഫണ്ടിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഫണ്ട് ആവശ്യമായിട്ട് വരുമ്പോൾ ഒരുപാട് എക്സ്പെൻഡിച്ചേഴ്സ് ഗവൺമെൻറ്റിന് വരും. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൽ വരുന്ന എക്സ്പെൻസാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് വെൽഫെയർ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആക്ടിവിറ്റീസ് കൊണ്ടുവരുമ്പം എന്ത് വരും? അതിലൊരുപാട് ഫണ്ട്, ഹ്യൂജ് ഫണ്ടിൻ്റെ ആവശ്യമായിട്ട് വരും. അപ്പോൾ എന്ത് വരും? പബ്ലിക് എക്സ്പെൻഡിച്ചർ വരും ഗവൺമെൻറ്റിന്. The newspaper headlines of various welfare and development activity of the government are given below. ഇപ്പോൾ പറഞ്ഞു, the government need huge amount of money to carry out these activities. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ടിക്ക് ഗവൺമെൻറ്റിന് വലിയ തുക തന്നെ ആവശ്യമായിട്ട് ഉണ്ട് അല്ലേ. എ പാർട്ട് ഓഫ് ദിസ് അതർ ആക്ടിവിറ്റീസ് ഓഫ് ദിസ് ഗവൺമെൻറ് സ്പെൻഡ് മണി ഓൺ. ഇതിന് മാത്രമല്ല മറ്റ് ചിലവിനും ഗവൺമെൻറ്റിന് പണം ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസും ക്യാരിഡ് ഔട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും ഇങ്ങനെയുള്ള അതർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോഴെന്താണ്? ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഗവൺമെൻറ്റിന്. മറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് പറയുന്നത്? ഗവൺമെൻറ് സ്ഥാപനത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സാലറി കൊടുക്കേണ്ടി വരും. പിന്നെ ഗവൺമെൻറ് എവിടെയെങ്കിലും കടങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും, RBI ന്നോ അങ്ങനെ എവിടെയെങ്കിലും നിന്ന് കടങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും, അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പുതിയ ഹോസ്പിറ്റൽസ്, സ്കൂൾസ് ഉണ്ടാക്കുക അല്ലേ, കൺസ്ട്രക്ടിങ് ദി ഹോസ്പിറ്റൽസ്. ദെൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ പെൻഷൻസൊക്കെ സ്കീംസ് ഡിഫറെൻ്റ് ആയിട്ട് പെൻഷൻസൊക്കെ കൊടുക്കുമ്പോൾ അതിന് പൈസ ചിലവാകും. സോഷ്യൽ വെൽഫെയർ സ്കീം, അതുപോലെ തന്നെ ഡിഫൻസിന് വേണ്ടി, ഇങ്ങനെയൊക്കെ പല എക്സ്പെൻഡിച്ചേഴ്സാണ് ഗവൺമെൻറ് വഹിക്കുന്നത്. എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇസ് ദി എമൗണ്ട് സ്പെൻഡ് ബൈ ദി ഗവൺമെൻറ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ഹാസ് ദി ഗവൺമെൻറ് എക്സ്പാൻഡ് ദി ആക്ടിവിറ്റീസ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ ഗവൺമെൻറ്റിന് എക്സ്പെൻഡിച്ചറും കൂടും. അപ്പോൾ എത്രമാത്രം എമൗണ്ട് ആണ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നോൺ ഡെവലപ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നത്, അതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പം ഗവൺമെൻറ് നോൺ ഡെവലപ്മെൻറ്റിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എത്രമാത്രമാണ് പൈസ ചിലവാക്കുന്നതിനാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വികസനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചിലവാക്കുന്ന പൈസ അല്ലേ. എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ദ എക്സ്പെൻഡിച്ചർ ഡയറക്ട്ലി റിലേറ്റഡ് ടു എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി are called expenditure. They contribute greatly
to the economical growth of the country by stimulating its real economical condition and production. So these development expenditure are known as പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പം ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ വേറൊരു പേരാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അതായത് പുതിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലോ, അതായത് പുതിയ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നും പറയും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി സാമ്പത്തിക അല്ലെങ്കിൽ പരമായിട്ടുള്ള എന്തൊക്കെ ഡെവലപ്മെൻറ്റാണ് നമുക്ക് ഗവൺമെൻറ് കൊണ്ടുവരുന്നത്, അതിന് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് വരുന്നതാണ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ബ്രിഡ്ജ് ഉണ്ടാക്കുക, റോഡ് കൺസ്ട്രക്ട് ചെയ്യുക, ഹാർബർ കൺസ്ട്രക്ട് ചെയ്യുക, അതുപോലെ തന്നെ പുതിയ ബിസിനസ് എൻ്റർപ്രൈസ് തുടങ്ങുക, ഹോസ്പിറ്റൽ തുടങ്ങുക, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങുക, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്, ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ വരുന്നത്. ദ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ഓൺ കൺസ്ട്രക്ടിങ് റോഡ്, ബ്രിഡ്ജ്, harbors and to start a new enterprise and education institution are considered as development expenditure. ഇനി എന്താ നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള ഇൻകം എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയില്ല. അപ്പം ഗവൺമെൻറ് എന്ത് ചെയ്യും, മറ്റ് ഫോറിനായിട്ടും അല്ലെങ്കിൽ ഇൻസൈഡ് ദി കൺട്രീസിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, കടങ്ങൾ വാങ്ങിക്കും. ആ കടങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കും. അതിനെന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. അതൊന്നും ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമല്ലല്ലോ. ദെൻ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റർ വന്നു, അതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നത്, അതൊന്നും ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യമായിട്ട് എടുക്കുന്നതല്ല. പിന്നെ പെൻഷൻസ്, എപ്പിഡമിക്, മഹാമാരിയൊക്കെ വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രകൃതി ദുരന്തമൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലേ, അങ്ങനെ വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ, പെട്ടെന്നുള്ള എക്സ്പെൻഡിച്ചർ പോകുന്നതാണ് അതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ചിലവാക്കുന്നത് ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യമായിട്ടുള്ളതല്ല. അപ്പോൾ അതൊക്കെ വരുന്നതാണ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ മക്കളെ. Expenditure involved in defense, interest, pension, epidemic and natural disasters comes under non-development expenditure. ഇനി കുറച്ച് ഇത് തന്നിട്ടുണ്ട്, കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതൊക്കെ ഏതിൻ്റെ അണ്ടറിലാണ് വരിക എന്നുള്ളത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതണം. ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൽ വരാം, ചിലത് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൽ വരാം. നോക്കാം, ഇൻട്രസ്റ്റ് ഏതിലാണ് വരിക, നോൺ ഡെവലപ്മെൻ്റ് ആണ്. ഇനി എനർജി ജനറേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. എപ്പിഡമിക്സ്, മഹാമാരിയൊക്കെ വരുന്നത്, ഇതിൽ പൈസ ചിലവാകുന്നത് എന്താ, നോൺ ഡെവലപ്മെൻ്റ് ആണ്. ലാബിലിറ്റി എന്ന് പറയുന്നത് ബാധ്യത ഉണ്ടാകുന്നത് നോൺ ഡെവലപ്മെൻ്റ് ആണ്. സബ്സിഡീസ് നോൺ ഡെവലപ്മെൻറ്റ്. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് കൺസ്ട്രക്ട് ചെയ്യുക, ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുക, സ്കൂൾ കൺസ്ട്രക്ട് ചെയ്യുക, അതൊക്കെ എന്താ, ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്യുക, അതൊക്കെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. വാർ, ഡിഫൻസ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം, പിന്നെ എന്താണ്, ഇലക്ഷനൊക്കെ എക്സ്പെൻഡിച്ചറൊക്കെ ഉണ്ടാകുന്നത് എന്താ, നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ്. ഇൻഡസ്ട്രി, പുതിയ ബിസിനസ്സൊക്കെ കൊണ്ടുവരാം, ഗവൺമെൻറ് കൊണ്ടുവരാം, ഇതൊക്കെ എന്താ, ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പം പബ്ലിക് എക്സ്പെൻഡിച്ചറാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറായിട്ട്. പബ്ലിക് എത്രമാത്രം ഡെവലപ്മെൻറ്റിന് പൈസ ചിലവാക്കുന്നു, അതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ മക്കളെ, ഫസ്റ്റ് പാർട്ട് ഈ ചാപ്റ്ററിൻ്റെ ഇതാണ്. സെക്കൻഡ് പാർട്ട് ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിരുന്നു കരുതുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.